ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ടെലഗ്രാം ചാനലിൻ്റെ അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ ഇൻവൈറ്റ് ലിങ്കും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പം ഓരോരോ ആൾക്കാർക്ക് സെപ്പറേറ്റ് ഇൻവൈറ്റ് ലിങ്കും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടായിരിക്കും. അപ്പം ഓരോരോ ആൾക്കാർ എത്ര പേരെ ഗ്രൂപ്പിലോട്ട് കൊണ്ടുവന്നു എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ടെലഗ്രാം ചാനലിൽ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ എങ്ങനെ സെപ്പറേറ്റ് ഇൻവൈറ്റ് ലിങ്കും കാര്യങ്ങളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ടെലഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഒരു എക്സാമ്പിളിന് ഞാൻ ഈ ഒരു ചാനൽ സെലക്ട് ചെയ്യുകയാണ്. ഈ ഒരു ചാനലിൻ്റെ സെപ്പറേറ്റ് ഇൻവൈറ്റ് ലിങ്കാണ് എനിക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ മുകളിൽ ഈ ഒരു ടെലഗ്രാം ചാനലിൻ്റെ പേരും കാര്യങ്ങളും കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻവൈറ്റ് വിയ ലിങ്ക് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇത് നമുക്ക് ഡയറക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല സെപ്പറേറ്റ് ഓരോരുത്തർക്കും ഓരോരോ ലിങ്കും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ന്യൂ ലിങ്ക് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ കുറച്ച് കാര്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഇപ്പം എത്ര കാലത്തേക്കാണ് ഇതിൻ്റെ വാലിഡിറ്റി എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 വീക്കൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നോ ലിമിറ്റ് എന്നുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ എത്ര യൂസേഴ്സ് ഈ ഒരു ലിങ്ക് വഴി ആഡ് ആവണം എന്നുള്ള ഓപ്ഷനുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നോ ലിമിറ്റ് എന്നുള്ള ഓപ്ഷനും ഉണ്ട്. ഇപ്പോൾ കസ്റ്റം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കസ്റ്റം ലിമിറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു ലിങ്കിന് ഒരു പേര് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഏതെങ്കിലുമൊക്കെ ഒരു യൂസർ ഈ ഒരു ഗ്രൂപ്പിലോട്ട് എത്ര പേരെ ആഡ് ആക്കി എന്നുള്ളത് അറിയാനാണെന്നുണ്ടെങ്കിൽ ആ ഒരു യൂസറെ പേര് ഇവിടെ കൊടുക്കാവുന്നതാണ്. എന്തായാലും അത് കഴിഞ്ഞാൽ ക്രിയേറ്റ് ലിങ്ക് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയൊരു ലിങ്ക് ഇവിടെ ക്രിയേറ്റ് ആവുന്നതായിരിക്കും. അതിനുശേഷം ഈ ഒരു ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, കോപ്പിയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പം അതിനുശേഷം നമുക്ക് ഈ ഒരു ലിങ്ക് വഴി എത്ര ആൾക്കാർ ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു എന്നുള്ളതൊക്കെ അറിയാൻ കഴിയുന്നതായിരിക്കും. ഇപ്പം ഇവിടെ നോ വൺ ജോയിൻഡ് എറ്റ് എന്നാണ് കാണിക്കുന്നത്. ഇപ്പം കൂടുതൽ പേര് ജോയിൻ ചെയ്യുമ്പം അതിൻ്റെ എണ്ണവും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇനി ഇതൊരു ഗ്രൂപ്പാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഗ്രൂപ്പിലും കാര്യങ്ങൾ ഏകദേശം ഇതുപോലെയാണ്. ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഗ്രൂപ്പിൻ്റെ പേരിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആഡ് മെമ്പേഴ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്താൽ ഇൻവൈറ്റ് ഗ്രൂപ്പ് വിയ ലിങ്ക് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മാനേജ് ഇൻവൈറ്റ് ലിങ്ക്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ക്രിയേറ്റ് ന്യൂ ലിങ്ക് എന്നുള്ള ഓപ്ഷൻ അവിടെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് പുതിയ ലിങ്കും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെ നമുക്ക് ടെലഗ്രാം ഗ്രൂപ്പ് അല്ലാന്നുണ്ടെങ്കിൽ ചാനലിൽ സെപ്പറേറ്റ് ലിങ്കും കാര്യങ്ങളൊക്കെ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനി കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.